വിനോദസഞ്ചാരികളെ വിരുന്നൂട്ടാൻ വികസന വഴിയിലാണ് പൂമല. സ്റ്റീൽ പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഡാം കേന്ദ്രീകരിച്ച് വിഭാവനം ചെയ്തിരിക്കുന്നത്. കൊട്ടവഞ്ചി, പെഡൽ ബോട്ട്, കയാക്കിംഗ്, കുതിരസവാരി ഇങ്ങനെ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പൂമലയിൽ. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടും നടത്തിയിട്ടുമുണ്ട് പൂമല ഡാം കേന്ദ്രീകരിച്ച്. ഒട്ടേറെ സ്വപ്ന പദ്ധതികൾ പൂമല കേന്ദ്രീകരിച്ച് നടപ്പിലാകാനുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മണ്ഡലം MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ 3 കോടിയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3,55,00,000 രൂപയുടെ പ്രൊജക്റ്റ് ഇപ്പോൾ ഏകദേശം 50% പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർക്ക് നവീകരണം, DTPCയുടെ ഹാള് പുതുതായി പണിതു. ഇപ്പോൾ ബോട്ട് ജെട്ടി പുതുതായി പണിയാൻ വേണ്ടി പോവുകയാണ്. ഈ ഡാമിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുന്നതിന് കഴിയത്തക്ക രീതിയിൽ ഒരു 5-5.5 കിലോമീറ്റർ ദൂരം ഒരു പാത്വേ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം തുറന്നു വിട്ടെടുത്ത് നിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സ്റ്റീൽ ബ്രിഡ്ജ് ഉൾപ്പെടെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോൾ ടൂറിസം വികസിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ കുടിവെള്ളം, അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ സാധ്യതകൾ ഒരു അക്ഷയ പാത്രം എന്ന രീതിയിൽ തന്നെ നമുക്ക് പൂമല ഡാമിനെ സംരക്ഷിക്കാൻ കഴിയണം. വികസനങ്ങൾ യാഥാർത്ഥ്യമായാൽ വരും കാലങ്ങളിൽ പൂമലയെ തേടി കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയും DTPC അടക്കമുള്ളവർക്ക് ഉണ്ട്. അതിൻ്റെ ചിറകിലേറി പൂമല വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഓരോ സഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കുമുള്ളത്. പൂമലയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.